ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് കേരള സർക്കാർ വകുപ്പിൽ ഡിവിഷണൽ അക്കൗണ്ടൻ്റ് ആയിട്ട് വരുന്ന ജോലിയോട് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ്. അപ്പോൾ മാസം 80,000 രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോലിയാണിത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലായി ഷെയർ ചെയ്യുക. ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. സ്ഥാപനത്തിൻ്റെ പേര് കേരള ജനറൽ സർവീസ് എന്നാണ്. ജോലിയുടെ സ്വഭാവം കേരള ഗവൺമെൻറ് ആണ്. അതേപോലെ കാറ്റഗറി നമ്പറായിട്ട് പറയുന്നത് 771/2024, 777/2024. തസ്തികയുടെ പേര് ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എന്ന വേക്കൻസിയാണുള്ളത്. ഒഴിവുകളുടെ എണ്ണം 11. അതേപോലെ ജോലിയുടെ ശമ്പളം 50,200 മുതൽ 1,05,300 വരെയാണ്. അതേപോലെ ഗസറ്റിൽ വന്ന തീയതി ഡിസംബർ 31, 2024. അതേപോലെ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 2024 ജനുവരി 29 വരെയാണ്. ഓക്കെ. അതേപോലെ ഇതിൽ 11 വേക്കൻസികളാണ് ഇപ്പോൾ പറയുന്നത്. അതേപോലെ STക്കാർക്ക് ഒരു വേക്കൻസിയാണ്. അതേപോലെ LCAI 3 വേക്കൻസി ഉണ്ട്. അതേപോലെ OBC വിഭാഗത്തിന് ഒരു വേക്കൻസി, SC വിഭാഗത്തിന് 2 വേക്കൻസി, മുസ്ലിങ്ങൾക്ക് ഒരു വേക്കൻസി, ഈഴവ 2, വിശ്വകർമ്മ 1 എന്നിങ്ങനെയാണ് വേക്കൻസി ആയിട്ട് പറയുന്നത്. അതേപോലെ ഇതിലേക്ക് വേണ്ട പ്രായപരിധിയായിട്ട് 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ടായിരിക്കും. അതേപോലെ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇതിലേക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്നുള്ളതാണ്. ഇതിലേക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത യൂണിവേഴ്സിറ്റി ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ക്ലാസ്സോട് കൂടി ഏതെങ്കിലും ഒരു വിഷയത്തിൽ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം എന്നാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് കാരണം. ഇത് നിങ്ങളുടെ PSC വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണിത്. അതിനാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.